ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ കുട്ടികൾ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നു, അതേ രീതിയിലൂടെ നമുക്ക് ഈ ചാനലിലൂടെ ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് വളരെ വ്യക്തമായി ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ഫ്രീ ആയിട്ടൊരു വാട്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്കൂ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ അവസാനിക്കുമ്പോൾ അതിൽ പറഞ്ഞു തരാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ പറയുന്ന എന്ത് സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഞാനൊരു ഡോക്ടറാണ്. ഐ എം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടറാണ്. ഇതിന് എങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും? ഞാനൊരു ഡോക്ടറാണോ എന്ന് നിങ്ങൾ സെൽഫായിട്ട് നമ്മൾ പറയാറില്ലേ ചില സമയത്ത്, ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ, ഞാനൊരു ടീച്ചറാണോ, ഞാനൊരു ഡോക്ടറാണോ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ അല്ലേ? അപ്പൊ ഞാനൊരു ഡോക്ടറാണോ എന്നെങ്ങനെ ചോദിക്കും? ഐ ആം എ ഡോക്ടറിലെ ആമിനെ പിടിച്ചാതിട്ടാ മതി. സിമ്പിൾ ആണ്. അതായത് ആം ഐ എ ഡോക്ടർ, ആം ഐ എ ഡോക്ടർ എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡോക്ടറാണോ എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, യു ആർ എ ടീച്ചർ. നീ ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറാണ്. ഇതിന് നമ്മൾക്ക് എങ്ങനെയായിരിക്കും മലയാളത്തിൽ, ഇതിന് നിങ്ങൾക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും? ഈ സ്റ്റേറ്റ്മെന്റിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാനും സിമ്പിൾ ആണ്. ആർ യു എ ടീച്ചർ? ആർ യു എ ടീച്ചർ? നിങ്ങളൊരു ടീച്ചറാണോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങളിൽ നമുക്ക് കുറച്ചും കൂടെ വളരെയധികം ഇൻഡെപ്തിലേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് ആൻ ആർക്കിറ്റ്. ഷീ ഈസ് ആൻ ആർക്കിറ്റ്. ഈ സ്റ്റേറ്റ്മെന്റിന് നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും? ഇസ് ഷീ ആൻ ആർക്കിടെക്ട്? ഇസ് ഷീ ആൻ ആർക്കിടെക്ട്? അപ്പൊ എങ്ങനെയാണ്? ഷീ ഇസ് ആൻ ആർക്കിടെക്ട്, അവള് ഒരു ആർക്കിടെക്ട് ആണ്. ഇസ് ഷീ ആൻ ആർക്കിടെക്ട് എന്ന് പറഞ്ഞാൽ അവളൊരു ആർക്കിടെക്ട് ആണോ? അതാണ് അതിന്റെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് എ പെൻ. ഇറ്റ് ഇസ് എ പെൻ. അത് ഒരു പേനയാണ്. അത് ഒരു പേനയാണ്. അപ്പൊ അതെങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം? ഇസ് ഇറ്റ് എ പെൻ? ഇസ് ഇറ്റ് എ പെൻ? അതൊരു പേനയാണോ? അടുത്ത സെന്റൻസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെയാണ്, നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? വി ആർ നഴ്സസ്. വി ആർ നഴ്സ്. നമ്മൾ നഴ്സുമാരാണ്. എന്താണ്? നമ്മൾ നഴ്സുമാരാണ്. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റും? ആർ വി നഴ്സസ്? ആർ വി നഴ്സസ്? നമ്മൾ നഴ്സുമാരാണോ? നമ്മൾ നഴ്സുമാരായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആർ വി നഴ്സ്. ഇനി നമ്മൾ കുറച്ച് ഡ്രൈവേഴ്സിനെ അവിടെ കാണുമ്പോൾ, അത് അവര് ഡ്രൈവേഴ്സ് ആണെന്ന് ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഇങ്ങനെ പറയാ, ദേ ആർ ഡ്രൈവേഴ്സ്. ദേ ആർ ഡ്രൈവേഴ്സ്. ദേ ആർ ഡ്രൈവർ. അവരെന്താണ്? ഡ്രൈവർമാര്. ഇപ്പൊ ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ചോദിക്കുകയാണ്, അവര് ഡ്രൈവേഴ്സ് ആണോ? നമുക്ക് ഉറപ്പില്ലല്ലോ. അപ്പൊ അവര് ഡ്രൈവേഴ്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ആർ ദേ ഡ്രൈവേഴ്സ്? ആർ ദേ ഡ്രൈവർ? ആർ ദേ ഡ്രൈവ്. ഇനി ഒരു ദിവസം നമ്മൾ എങ്ങനെയാ പറയാ? ഇറ്റ് ഇസ് ട്യൂസ്ഡേ. ഇന്ന് ഇത് ട്യൂസ്ഡേ ആണ്, അല്ലെങ്കിൽ ഇത് മൺഡേ ആണ്, അതല്ലെങ്കിൽ ഇത് വെനസ്ഡേ ആണ്. അങ്ങനെ ഏത് ദിവസമായാലും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പറയാ? ഇറ്റ് ഇസ് ട്യൂസ്ഡേ. ഇറ്റ് ഇസ് ട്യൂസ്ഡേ. ഇനി ഇതെങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക? ഇസ് ഇറ്റ് ട്യൂസ്ഡേ? ഇസ് ഇറ്റ് ട്യൂസ്ഡേ? ഇത് ട്യൂസ്ഡേ ആണോ? ഇനി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, നിങ്ങളോട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. ആദ്യത്തത്, ആർ യു എ ഡോക്ടർ? നിങ്ങളൊരു ഡോക്ടറാണോ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അതിനുള്ള ഉത്തരം പറയാം, അല്ലെങ്കിൽ അതിനെങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ഒന്നല്ലെങ്കിൽ യെസ് ഐ ആം. യെസ് ഐ ആം. ഇനിയിപ്പോ നിങ്ങൾ ഡോക്ടർ അല്ലാന്നുണ്ടെങ്കിലോ? നോ ഐ ആം നോട്ട്. നോ ഐ ആം നോട്ട്. അപ്പൊ യെസ് ഐ ആം എന്ന് പറഞ്ഞാൽ അതെ ഞാൻ ഡോക്ടറാണ് എന്നുള്ളതായി. നോ ഐ ആം നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല, ഞാൻ ഒരു ഡോക്ടർ അല്ല. ഇനി ആർ യു എ ഡ്രൈവർ? നിങ്ങളൊരു ഡ്രൈവർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ പറയാം, യെസ് ഐ ആം. എന്താണ്? യെസ് ഐ ആം, ഞാനൊരു ഡ്രൈവർ ആണ്. അതല്ലെങ്കിൽ നോ ഐ ആം നോട്ട്. നോ ഐ ആം നോട്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആയി, ആൻസേഴ്സ് ആയി. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ആർക്കിടെക്റ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യനും അതിനുള്ള ആൻസറും നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ കേട്ടോ. ഇനി ഇതേപോലത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാനും ഇതേപോലത്തെ ഇതൊക്കെ ചെയ്യാനും ഇംഗ്ലീഷ് ഗൈഡ് വിത്ത് രാജു ഫോളോ ചെയ്യാം. താങ്ക് യു. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്. ഏത് ട്രെയിനേഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.